നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഏകാദശി വ്രതം എൻ്റെ ജീവിതത്തെ എപ്രകാരം പോസിറ്റീവായിട്ട് മാറ്റിയെടുത്തു എന്നതിനെ പറ്റിയിട്ടാണ് വീഡിയോ. ഞാൻ 2017 മുതലാണ് ഏകാദശി എന്താണെന്ന് അറിയുന്നതും അത് ആചരിച്ചു തുടങ്ങുന്നതും. അന്നു മുതൽ ഇന്ന് വരെ, അതായത് 2024 ഡിസംബർ മാസത്തിലെ ഗുരുവായൂർ ഏകാദശി വരെ മുടങ്ങാതെ ഗുരുവായൂർ ഏകാദശികൾ എടുക്കാൻ സാധിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഒരു സമയമാണ് 2017 സമയം. അപ്പോൾ അന്നാണ് ഞാൻ ഏകാദശി എന്ന് പറയുന്നൊരു വ്രതമുണ്ടെന്നും അപ്പോൾ അതിങ്ങനെ ആചരിക്കുന്നത് വളരെ നല്ലതാണെന്നും അറിയുന്നത്. അപ്പോൾ അന്ന് മുതൽ ഞാൻ കഠിനമായ രീതിയിൽ തന്നെ, അതായത് എനിക്ക് ആരോഗ്യം പറ്റുന്നത് പോലെ ചില സമയങ്ങളിൽ ഞാൻ ഉപവസിക്കും, മുഴുവനായിട്ട് ഉപവസിച്ചിട്ട് ഏകാദശി എടുക്കാറുണ്ട്. ചില വർഷങ്ങളിൽ ഞാൻ തുളസിയിലിട്ട വെള്ളം കുടിച്ചുകൊണ്ട് ഏകാദശി എടുക്കാറുണ്ട്. അപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത്. എനിക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടം, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാത്തൊരു സമയത്ത് എനിക്ക് പൈസ വരുന്നു. അതേപോലെ എൻ്റെ ആരോഗ്യം ഭയങ്കര മോശമായിരുന്നു. ഇപ്പോഴും എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്ക് അന്ന് 2025, അതായത് കൊറോണ കടന്നു പോകും എന്നെനിക്കറിയില്ല. അത്രയ്ക്ക് ശ്വാസകോശത്തിന് പ്രശ്നമുള്ള ഒരാളാണ് ഞാൻ. ശ്വാസകോശ രോഗങ്ങൾ മാറുമെന്നതിന് തീർച്ചയായിട്ടും ഉദാഹരണം ഒരു ഏകാദശി വ്രതമാണ്. ഏകാദശി വ്രതം ശ്വാസകോശ രോഗത്തെ ഇല്ലാതാക്കും എന്ന് പറയുന്നത് കറക്റ്റ് കാര്യമാണ്. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. കാരണം കൊറോണ സമയത്ത് ഞാനതിനെ അതിജീവിക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. പക്ഷേ ഭഗവാനായിട്ട് എനിക്കത് അതിജീവിക്കാൻ ഒരു അവസരം തന്നു. അതേപോലെ തന്നെ എനിക്കൊരു വാഹനം, എനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടി പോലും ഇല്ലായിരുന്നു, ഓൺലി സൈക്കിൾ. ആ ഒരു ഞാൻ സ്വന്തമായിട്ട് 2021 സ്വന്തമായിട്ട് എനിക്ക് വണ്ടി വാങ്ങി, സ്വന്തമായിട്ട് ഞാൻ കുറച്ച് ഗോൾഡ് വാങ്ങിച്ചു. അപ്പോൾ ഇതെല്ലാം തന്നെ എനിക്ക് ഭഗവാൻ തന്ന അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. 2020 കൂടിയിട്ട് ഞാൻ എല്ലാ മാസത്തെയും ഏകാദശികൾ എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ എടുക്കാൻ തുടങ്ങി. അങ്ങനെ 2024 ഞാൻ ഗുരുവായൂർ ഏകാദശി ഭംഗിയായിട്ട് പൂർത്തിയാക്കി. ഈ കഴിഞ്ഞ മാസം ഉൽപ്പന്ന ഏകാദശിയും ഈ മാസം ഞാനതും കംപ്ലീറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇനി ഗുരുവായൂർ ഏകാദശിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഏകാദശി ഇതുവരെ എടുക്കാത്തവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഭഗവാനായിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നൊരു വീഡിയോ ആയിട്ട് നിങ്ങളിത് കാണണം. കാരണം നമ്മുടെ എല്ലാത്തരം പ്രശ്നങ്ങളും എല്ലാത്തരം ബുദ്ധിമുട്ടുകളും മാറ്റാൻ ഏകാദശി വ്രതത്തിന് സാധിക്കും. അപ്പോൾ ഏകാദശി വ്രതരീതി എങ്ങനെയാണെന്നും ഞാൻ എപ്രകാരമാണ് ഏകാദശി വ്രതം ആചരിച്ചതെന്നും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും ഞാൻ എപ്രകാരമാണ് ഏകാദശി എടുത്തതെന്ന് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഒരുപാട് നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുള്ളത്. യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഫോൺ വേണമല്ലോ. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യമാണ്, എനിക്ക് അടുത്ത ഏകാദശിക്ക് മുമ്പ് തന്നെ എനിക്കൊരു ഫോൺ വേണം എന്നുള്ളത്. അപ്പോൾ ഈ ഏകാദശി ആകുന്നതിന് മുൻപ് തന്നെ എനിക്ക് ഭഗവാൻ ഓണത്തിൻ്റെ സമയത്ത് എനിക്കൊരു ഫോൺ കിട്ടി. ഭഗവാനായിട്ട് കൊണ്ട് തന്നതാണെന്ന് ഞാൻ വീണ്ടും പറയുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹപൂർവ്വം ഞാനൊരു യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങി. അതും ഭഗവാന്റെ പേരിൽ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. കണ്ണനില്ലാതെ ഗോപികയില്ല എന്ന് പറയുന്ന പോലെ ഭഗവാനില്ലാതെ ഞാനില്ല. കാരണം എല്ലാം എനിക്ക് ഭഗവാനാണ്. എനിക്ക് ഈ ജീവിതം തന്നതും ഈ ജീവൻ തന്നതും അതേപോലെ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാം ഭഗവാൻ മാത്രം. അപ്പോൾ ഏകാദശി വ്രതത്തെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഞാൻ ഏകാദശി വ്രതം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഹരിയോം. എല്ലാവർക്കും ഭഗവാൻ ചോദിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.